السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. أما بعد. اللهم اغفر لنا وارحمنا ولوالدينا ولجميع المؤمنين والمؤمنات. ഹുറത്തിനോട് കാഫ യുക്കാഫി കാഫ എന്ന് പറഞ്ഞാൽ സമമാവുകയില്ല, സമമായ തുല്യനായ പൊരുത്തമുള്ള അനുയോജ്യനായ ഭർത്താവിനോടെ കെട്ടിക്കാൻ പറ്റൂ. അപ്പോൾ ഹുറത്തിനോട് ഹുറ അല്ലാത്ത വരൻ യോജിക്കുകയില്ല, തുല്യനാവുകയില്ല. വല അഫീഫത്തൻ വസുന്നിയത്തൻ, ശുദ്ധയായ സ്ത്രീയോടും സുന്നിയായ സ്ത്രീയോടും തുല്യനാവുകയില്ല. ഗൈറുഹ്മ, അവർ രണ്ടുമല്ലാത്തവർ. രണ്ടുമല്ലാത്തവരാ? ഫാസിഖ്, മുബ്തദിയായി. അപ്പോൾ ശുദ്ധയായ ഒരു പെണ്ണിനെ ഫാസിഖിനോട് കെട്ടിക്കാൻ പറ്റില്ല, സുന്നിയായ ഒരു പെണ്ണിനെ മുബ്തദിയായതിനോട് കെട്ടിക്കാൻ പറ്റില്ല. നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ മുജാഹിദ്, ജമാഅത്ത് അങ്ങനെയൊക്കെയുള്ള വിഭാഗങ്ങളുണ്ടല്ലോ. ഇജ്മാഇനെ നിഷേധിക്കുന്ന ആളുകൾ, മുൻകാല കഴിഞ്ഞ പണ്ഡിതന്മാർ എല്ലാവരും ഒരു വിഷയത്തിൽ ഏകോപിച്ച് കഴിഞ്ഞാൽ അതിനെതിരെ പറയുന്ന ആളുകൾക്കാണ് മുബ്തദിഅ എന്ന് പറയാം. അല്ലെങ്കിൽ 4 മദ്ഹബിൻ്റെയും ഇമാമുകൾ, ലോകത്ത് നൂറ്റാണ്ടുകളായിട്ട് 4 മദ്ഹബുകളെയാണ് പിന്തുടർന്ന് വരുന്നത്, ലോകത്തെല്ലാ മുസ്ലിമീങ്ങളും. ഈ 4 മദ്ഹബിലും പറയാത്ത പുതിയത് പറയാം. ഇതാണ് മുബ്തദിഅ. ഇബ്തിദാഅ എന്ന് പറഞ്ഞാൽ നവീനവാദി എന്നാണ്. നവീനം എന്ന് പറഞ്ഞാൽ ഇജ്മാഇനെതിരെ പറയുന്ന ആൾ, അല്ലാതെ മദ്ഹബിൻ്റെ ഇടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പറയുന്ന വിഷയമല്ല. അപ്പോൾ പിന്നെ ഫൽ ഫാസിഖു കുഫ്ഉൻ ലിൽ ഫാസിഖത്തി, ഫാസിഖത്തിനാണ് യോജിക്കുക. ഐ ഇനിസ്തവയ ഫിസ്ഖുഹുമ, രണ്ടുപേരുടെയും ഫിസ്ഖ് തുല്യമാണെങ്കിൽ ഒരാളുടേത് കൂടുതലാണെങ്കിൽ അപ്പോൾ തീരെ വെക്കൂല. മൂന്നാമത്തത് വല നസീബത്തൻ, നസബുള്ള സ്ത്രീയോട് തുല്യമാവുകയില്ല. നസബ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള ആ കൊമ്പൻ ഈ കൊമ്പൻ, ആ പറമ്പൻ ഈ പറമ്പൻ എന്ന് പറയുന്ന ആ നസബല്ല. ഇവിടെ ഉദ്ദേശിക്കുന്നത് ഉയർന്ന കുടുംബമുള്ള സ്ത്രീക്ക് ഉയർന്ന കുടുംബമല്ലാത്ത വരൻ യോജിക്കുകയില്ല. കുഫ്ഇനോട് കെട്ടിക്കണം എന്നുള്ളത് സ്ത്രീയുടെ അവകാശമാണല്ലോ, പെണ്ണിൻ്റെ അവകാശമാണല്ലോ. അതാരാ? നസീബത്ത് അറബിയത്താവുക. അപ്പോൾ അറബി അല്ലാത്ത ഒരു അറബി പെണ്ണിനെ അനറബിയായ പുരുഷനോട് കെട്ടിക്കണമെങ്കിൽ പെണ്ണിൻ്റെ തൃപ്തി വേണം. ഖുറൈശിയാകുക. ഖുറൈശി അറിയില്ലേ? ഖുറൈശി വംശം. പിന്നെ അതിൽ പെട്ടതാണ് ഹാഷിമിയത്ത്, ബനു ഹാഷിം കുടുംബം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതാമഹനാണ് ഹാഷിം, അവരുടെ വംശം. അത് മുത്തലിബിയ, അല്ലെങ്കിൽ മുത്തലിബിയാവുക. അനറബികളിലും ഇതുപോലെയുള്ള പരിഗണനകളൊക്കെ ഉണ്ട് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. ഏതായാലും ഈ കുടുംബത്തിൽപ്പെട്ട സ്ത്രീക്ക് ഗൈറുഹ മിൻ ബഖിയത്തിൽ അറബി, ബാക്കിയുള്ള അറബികൾ, മറ്റുള്ള ഇതൊന്നുമല്ലാത്ത വരൻ, ഇതിലൊന്നും പെടാത്ത വരൻ തുല്യനാവുകയില്ല, ഭർത്താവാകാൻ അനുയോജ്യനല്ല. അതായത് ലാ യുകാഫിയു അറബിയത്തൻ അബൻ, പിതാവ് അറബിയായ സ്ത്രീക്ക് വരനാവാൻ യോജിക്കുകയില്ല. ഗൈറുഹ മിനൽ അജം, അനർബികളിൽപ്പെട്ട ഒരു വരൻ. വൈകാനത്ത് ഉമ്മുഹു അറബിയ, ഇനി ഉമ്മ അറബിയാണെങ്കിൽ പോലും പിതാവിനെയാണ് നോക്കുക. അടുത്തത് വലാ ഖുറശിയത്തൻ, ഖുറൈശി പെണ്ണിന് യോജിക്കുന്നതല്ല. ഗൈറുഹ മിൻ ബഖിയത്തിൽ അറബ്, അറബികളിൽ നിന്ന് ബാക്കി വിഭാഗങ്ങളിൽപ്പെട്ട ഖുറൈശി അല്ലാത്ത ഗോത്രങ്ങളിൽപ്പെട്ട വരൻ. അതുപോലെ വലാ ഹാഷിമിയത്തൻ ഔ മുത്തലിബിയത്തൻ ഗൈറുഹുമ മിൻ ബഖിയത്തി ഖുറൈശ്, അതുപോലെ ഹാഷിമി മുത്തലിബി കുടുംബത്തിൽപ്പെട്ട സ്ത്രീക്ക് കുഫ് ആവുകയില്ല. ഗൈറുഹുമ, രണ്ടും അല്ലാത്ത മിൻ ബഖിയത്തി ഖുറൈശി വിഭാഗത്തിലെ ബാക്കിയുള്ള
ഗോത്രങ്ങളിൽപ്പെട്ട മറ്റുള്ളവർ തുല്യരാവുകയില്ല. ഒരുപാട് ഗോത്രങ്ങളില്ലേ, ഖുറൈശി, ഹാഷിമി, മുത്തലിബി, ഉമർ റളിയല്ലാഹുവിൻ്റെ ഗോത്രം, അങ്ങനെ കുറേ ഉണ്ടല്ലോ. ഉമർ റളിയല്ലാഹു, അബൂബക്കർ റളിയല്ലാഹു, തമീമി, ഇതൊന്നും ഹാഷിമി മുത്തലിബി അല്ലല്ലോ. ഒരു ഹദീസും ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട്. നഹ്നു വ ബനുൽ മുത്തലിബ് ഷൈഉൻ, നമ്മളെന്ന് പറഞ്ഞാൽ നബി തങ്ങൾ ഹാഷിം വംശത്തിലല്ലേ, നമ്മളും മുത്തലിബ് കുടുംബവും ഷൈഉൻ വാഹിദിൻ ഒന്നാണ്. ഫഹുമാ മുതകാഫി ആനി, ഈ രണ്ട് ഗോത്രങ്ങളും തുല്യരാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും വിവാഹം നടത്താം. ഒന്നുകൂടെ ഉണ്ട്, ഫാത്തിമ ബീവിൻ്റെ മക്കളില്ലേ, അവർക്ക് ബനു ഹാഷിമിൽപ്പെട്ട മറ്റുള്ളവരും ആവൂല എന്നാണ്. വലായി കാഫിയുമൻ അസ്ലമ ബിനഫ്സിഹി ലിമൻ ലഹ അബുൻ അക്തറു ഫിൽ ഇസ്ലാം അമൻ ലഹു അബവാനി ലിമൻ ലഹ സലാസത്തു ആബാഇൻ ഫിഹി അല മസറഹു ബിഹി. വലായി കാഫിയു മൻ അസ്ലമ ബിനഫ്സിഹി, മുസ്ലിമായ ഒരു വ്യക്തി യോജിക്കുന്നവനല്ല, വരനാവാൻ അനുയോജ്യനല്ല. ആർക്ക്? ലിമൻ, ഒരു സ്ത്രീക്ക്, ലഹാബുൻ, അവൾ മുസ്ലിമാണ്, അവൾക്ക് പിതാവുണ്ട്, അവക്തറു അല്ലെങ്കിൽ ഒന്നിലധികം പിതാവുണ്ട് ഫിൽ ഇസ്ലാം, ഇസ്ലാമിൽ. ഇവളെ വാപ്പ മുസ്ലിമാണ്, വരൻ ഇസ്ലാമിലേക്ക് വന്നതുമാണ്, തുല്യരാവില്ല. അല്ലെങ്കിൽ വരൻ്റെ വാപ്പ മുസ്ലിമായതാണ്, വധുവിൻ്റെ വാപ്പൻ്റെ വാപ്പയും മുസ്ലിമാണ്. അപ്പോൾ ആർക്കാ അവിടെ മഗബ്? രണ്ടാൾ മുസ്ലിമായില്ലേ, അപ്പോൾ തുല്യരാവില്ല. വലായി കാഫിയുമൻ അസ്ലമ ബിനഫ്സിഹി, ഇസ്ലാമിലേക്ക് വന്ന, ബിനഫ്സിഹി എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്ന മുസ്ലിമായൊരു വ്യക്തി വരനാകാൻ യോഗ്യനല്ല. ലിമൻ, ഒരു സ്ത്രീക്ക്, ലഹാ അബുൻ, അവളുടെ ഒരു പിതാവോ ഒന്നിലധികം പിതാക്കളോ ഇസ്ലാമിലുണ്ട്. അതുപോലെ വമൻ ലഹു അബവാനി, ഒരു പുരുഷൻ വരനാകാൻ യോഗ്യനല്ല. എങ്ങനത്തെ പുരുഷനാണ്? ലഹു അബവാനി, അയാൾക്ക് 2 പിതാക്കളുണ്ട് ഇസ്ലാമിൽ. ആർക്ക്? ലിമൻ, ഒരു വരന്. അയാളുടെ സ്ഥിതി എന്താ? ലഹു സലാസത്തു ആബാഇൻ ഫീഹി, ഇസ്ലാമിൽ 3 പിതാക്കളുണ്ട്. ഇസ്ലാമിൽ 2 പിതാക്കളുള്ള ഒരാൾക്ക് ഒരു സ്ത്രീ തുല്യരല്ല. ലിമൻ, ഒരു സ്ത്രീക്ക്, ലഹ, അവൾക്കുണ്ട്, സലാസത്തു ആബാഇൻ, 3 പിതാക്കളുണ്ട് ഫീഹി, ഇസ്ലാമിൽ. ഈ പുതുസ്ലാമി എന്നുള്ളത് ഒരു ഐബായിട്ട് കാണുന്നതാണല്ലോ. ഇസ്ലാമിലേക്ക് വരാമെന്നുള്ള പുണ്യമാണെങ്കിൽ പോലും പിതാക്കളൊക്കെ ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ ഒരു ഇതുണ്ടല്ലോ. ഇസ്ലാമിലേക്ക് വന്ന ആളോട് നമ്മളെ മകളെ കണ്ട് കെട്ടിക്കാൻ നമുക്ക് എന്തോ ഒരു അനുഭവപ്പെടുന്നില്ല. അതാണ് ഇവിടെ നോക്കുന്നത്. അള്ളാൻ്റെ അടുക്കൽ പദവി കുറവാണെന്നൊന്നുമില്ല ഇപ്പോൾ ഈ പറയണത്. ജീവിതം ഇങ്ങനെ രസത്തിൽ ഒഴുകി ഇങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ഉറഫിൽ നമ്മളെ നാട്ടു സമ്പ്രദായങ്ങളിൽ പരിഗണിക്കപ്പെടുന്ന ചില കാര്യങ്ങൾ ഇവിടെ പരിഗണിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഇത് അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണ്. ഒരാൾ മുസ്ലിമായ വരനാണെങ്കിൽ വാപ്പ മുസ്ലിം, ഈ പെണ്ണിൻ്റെ വാപ്പ മുസ്ലിമാണെങ്കിൽ ഒരിക്കലും എന്താവില്ല, കുഫാവൂല. ഇനി പറയുന്നത് അയാൾക്ക് 2 വാപ്പാരെ ഇസ്ലാമിലുള്ളൂ, അവൾക്ക് 3 ഉപ്പമാർ ഇസ്ലാമിലുണ്ട്, അപ്പോഴും കുഫാവൂല എന്നാണ്. അതൊക്കെ ആളുകൾ എടുത്ത് പറയേ. ഏതെങ്കിലുമൊക്കെ ഇസ്ലാമിലേക്ക് വന്നാൽ അത് ആ തീയൻ്റെ മകനാണ്, ആ നായര മകനാണ് എന്നൊക്കെയുള്ള ഒരു അയബ് വരൂലേ, അത്രേ ഉള്ളൂ. അള്ളാൻ്റെ അടുക്കൽ മോശമാണെന്നല്ല പറയുന്നത്. ഇപ്പോൾ അറബി കുടുംബത്തിലുള്ള പെണ്ണിന് അനറബി മലയാളി കുഫ ആവില്ല എന്നാണ്. ചിലപ്പോൾ മലയാളിയൊക്കെ പഠിച്ചവൻ്റെ അടുത്ത് ഏറ്റവും മുൻകിയത്. അത് ഒത്തുപോകാൻ ജീന് കൊണ്ട് കുറച്ച് പ്രയാസമാണ്. വമൻ ലഹു അബവാനി, 2 പിതാക്കൾ ഇസ്ലാമിലുള്ള വരൻ തുല്യനല്ല, അനുയോജ്യനല്ല. ലിമൻ ലഹ സലാസത്തു ആബാഇൻ ഫീഹി, 3 പിതാക്കൾ ഇസ്ലാമിലുള്ള പെണ്ണിന്.
അലാമ സറഹൂഫി അവർ വ്യക്തമാക്കിയത് പ്രകാരം. ഈ അലാമ സറഹൂഫി എന്നുള്ളതൊരു ഒഴിഞ്ഞുമാറ്റത്തിൻ്റെ പ്രയോഗമാണ്. അപ്പോൾ ഇനി പറയുന്നതാണ് പ്രകാരം പ്രബലം. ലാക്കിൻ, ഈ ലാക്കിന് ശേഷമുള്ളതായിരിക്കും പ്രബലം. ലാക്കിൻ പക്ഷേ അവരൊക്കെ പറഞ്ഞ പ്രകാരം യോജ്യരാകൂല എന്ന് പറഞ്ഞിട്ട് പറയാണ്. ലാക്കിൻ പക്ഷേ ഹക്കൽ ഖാദി അബു തയ്യിബ് വൈറുഹു ഫീഹി വജ്ഹൻ, ഇതിൽ ഈ പറയപ്പെട്ട പണ്ഡിതന്മാർ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. എന്താണ് അഭിപ്രായം? അന്നഹുമാ കുഫ് ആനി, അവർ യോജ്യരായ ഭാര്യ ഭർത്താക്കളായിരിക്കുമെന്ന്. അഖ്താറുഹു റുയാനിയു, ഇമാം റുയാനിയും ഈ അഭിപ്രായത്തെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. വജസമ ബിഹി സാഹിബുൽ ഉബാബ്, ഉബാബിൻ്റെ ഗ്രന്ഥകർത്താവ് അഹ്മദുൽ മുസജ്ജദ് റഹിമഹുല്ലാ ഇത് ഉറപ്പിച്ച് പറയുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി താഴ്ന്ന ജോലി എടുക്കുന്ന കുടുംബത്തിലേക്ക് മുന്തിയ ജോലി എടുക്കുന്ന കുടുംബത്തിലെ പെണ്ണിനെ കെട്ടിക്കാൻ പറ്റൂല. കെട്ടിക്കാൻ പറ്റുമോ ചോദിച്ചാൽ തൃപ്തി ഉണ്ടെങ്കിൽ പറ്റും, തൃപ്തി ഉണ്ടെങ്കിൽ പറ്റും, തൃപ്തി ഇല്ലെങ്കിൽ പറ്റില്ല. വളരെ സിമ്പിളാണ് കാര്യങ്ങൾ. നമ്മൾ ആരെയും താഴ്ത്തി കെട്ടുകയല്ല. ഒലാ സലീമത്ത്, താഴ്ന്ന ജോലി മേലുള്ള ജോലിയൊക്കെ അല്ലേ. അപ്പോൾ ഇൽമ പഠിപ്പിക്കുക എന്നുള്ളതാണ് ലോകത്തെ ഏറ്റവും മുന്തിയ ജോലി. ഒലാ സലീമത്ത മിൻ ഹിറഫിൻ ദനീഅ, താഴ്ന്ന തൊഴിലെടുക്കാത്ത പെണ്ണിനോട്, താഴ്ന്ന തൊഴിലുകളൊന്നും എടുക്കാത്ത പെണ്ണിന് യോജ്യനല്ല. വൈറുഹ, താഴ്ന്ന ജോലി എടുക്കുന്ന ഇവരല്ലാത്ത അഥവാ താഴ്ന്ന ജോലി എടുക്കുന്ന വരൻ. വഹിയ, ഈ താഴ്ന്ന ജോലി എന്ന് പറഞ്ഞാൽ അതിന് മാനദണ്ഡം മാതല്ലത്ത് മുലാബസത്തുഹു, ആ ഒരു ജോലിയുമായി ബന്ധപ്പെടുന്നത് അറിയിക്കുന്നുണ്ട്. ആ ജോലിയുമായി ബന്ധപ്പെടുന്നത് അറിയിക്കുന്നു. അലാ നഹിതാത്തിൽ മുറുവത്തി, അയാളുടെ വ്യക്തിത്വത്തിൻ്റെ താഴ്ചയുടെ മേൽ. മുറുവത്ത് ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടാവില്ലേ, മുറുവത്ത് ഒരു അയാളുടെ ഒരു സ്റ്റാൻഡേർഡ്. മുറുവത്ത് എന്നൊക്കെ പറഞ്ഞാൽ അതാണ് അർത്ഥം. വ്യക്തിത്വം എന്നൊക്കെ പറയാം. ഓരോ ജോലിയിലും ഉള്ള ഓരോ വ്യക്തിത്വവും ആ നിലവാരവും, വ്യക്തിത്വ നിലവാരത്തിൻ്റെ താഴ്ച, അതാ വ്യക്തിത്വ നിലവാരം എന്നാണ് മുറുവത്ത് എന്ന് പറഞ്ഞാൽ. അതിൻ്റെ താഴ്ച, ഇൻഹിത്താത്ത് എന്ന് പറഞ്ഞാൽ ഇൻഹത്ത് അതൊരു താഴ്ന്നു എന്നാണ്. അപ്പം അങ്ങനത്തെ സ്ത്രീക്ക് തുല്യനല്ല ഗൈറുഹ, മറ്റൊരു ഇതിൽ പെടാത്ത ഒരു വരൻ. അപ്പോൾ കുറച്ച് ഉദാഹരണം പറയാണ്. ഇപ്പോൾ തുന്നൽ ജോലി ഒരു മുന്തിയ ജോലിയായിട്ടാണ് കാണുന്നത്. ഏതിലേക്ക് അപേക്ഷിച്ചിട്ട് അടിച്ചു വാരുന്ന ജോലിയാണ്. പുതിയാപ്പിൾക്ക് അടിച്ചു വരുന്ന ജോലിയാണ്. പെണ്ണിൻ്റെ വാപ്പാക്ക് തുന്നൽ ജോലിയാണ്. ഈ അടിച്ചു വാരുന്ന ജോലി എന്നൊക്കെ പറഞ്ഞാൽ ഇത് താന്ന പണി തന്നെയാണല്ലോ. അല്ലെങ്കിൽ കൊമ്പ് വെക്കണ പണി, അല്ലെങ്കിൽ ആടുകൾ മേയ്ക്കുന്ന പണി, ഊറക്കിടുന്ന പണി, അങ്ങനെയൊക്കെയുള്ള ഇവർ തമ്മിലാണ് വിവാഹം നടക്കേണ്ടത്. ഇവരെന്ത് ചെയ്യരുത്, മറ്റുള്ള ഒരു ഉയർന്ന തലത്തിലുള്ള പെണ്ണുമായിട്ട് വിവാഹം നടക്കുക. ഇവർക്ക് പെണ്ണ് കിട്ടാത്ത പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അങ്ങനത്തെ പണി എടുക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവില്ലേ, അങ്ങനത്തെ പണിയെടുക്കുന്ന വാപ്പാര മക്കളുണ്ടാവില്ലേ. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടത്. ഇപ്പോൾ മുടി കെട്ടുന്ന ആൾക്കാർ, അവർ മിക്കവാറും അങ്ങനെ അവരുടെ കുടുംബത്തിൽ നിന്നാണ് കല്യാണം കഴിക്കുക. അവർക്കിപ്പോൾ കല്യാണം കഴിച്ചു കൊടുക്കാൻ ആൾക്കാർക്ക് ഒരു മടി. അത് ദീനിയായ തടസ്സം ഉണ്ടായതുകൊണ്ടോ ദീന് കുറവുണ്ടായതുകൊണ്ടൊന്നും അല്ല. അത് ആ ജോലി മോശമാണെന്നുമല്ല. ആ ജോലി മോശമാണെന്ന് നമ്മൾ പറയാം. മറ്റുള്ള ജോലിയിലേക്ക് അപേക്ഷിച്ചിട്ട് നമ്മളൊക്കെ ഓരോ ജോലി എടുക്കുമ്പോൾ ആ ജോലി ഒരു സ്റ്റാൻഡേർഡ് ഇല്ല എന്ന് പറഞ്ഞിട്ട് നമ്മളൊക്കെ ഒഴിവാക്കാറില്ലേ. എന്ത് പണി എടുക്കണമെന്നൊക്കെ നമ്മൾ പറഞ്ഞാൽ പോലും മുമ്പ് ഈ മാപ്പിളാരൊന്നും ഈ കൂലിപ്പണിക്ക് പോലായിരുന്നു എന്നാ. ഹിന്ദുക്കളും മറ്റു മുസ്ലിങ്ങളൊന്നും വിളിക്കണ കൂലിപ്പണിക്ക് പോകില്ല. കാരണം അവരെ കൽപ്പനയ്ക്ക് ഇങ്ങനെ വൈപ്പെട്ട് ഇങ്ങനെ ഒരു അടിമത്ത സ്വഭാവത്തിൽ നിൽക്കണ്ടേന്ന് കരുതിയിട്ട്. ഈ പൊതുവേ കൂലിപ്പണിക്ക് ഇഷ്ടമല്ലാത്ത ആൾക്കാരില്ലേ, സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ഏർപ്പാട്, അതൊക്കെ മനുഷ്യൻ്റെ ഒരു മാനസികമായ ഒരു രീതിയാണ്. അതൊന്നും മാറ്റാൻ കഴിയില്ല. ഒരായി കാഫി മൻ, ഒരുത്തൻ കുഫു അല്ല, ഹുവ അവനോ അല്ലെങ്കിൽ അവൻ്റെ പിതാവോ ഹജ്ജാമുൻ ഹിജാമ ചെയ്യുന്ന ആളാണ്, അല്ലെങ്കിൽ കന്നാസുൻ കനസാദൻ അടിച്ചു വരുന്ന ആളാണ്, ഔ റായിൻ അല്ലെങ്കിൽ മേക്കുന്ന ആളാണ്. ഇടയൻ ആർക്ക് തുല്യനല്ല
വിവാഹതുല്യനല്ല ബിൻത ഖയ്യാത്തിൻ തുന്നൽക്കാരൻ്റെ മകൾക്ക്. ഈ കച്ചവടക്കാരന് തുന്നൽക്കാരനേക്കാളും പവറുണ്ട്. അതുകൊണ്ട് തന്നെ വലാഹുവ തുന്നൽക്കാരൻ, ഇപ്പം ടൈലർ പഴയ കാലത്ത് പ്രധാനപ്പെട്ട പണിയാണ് തുന്നൽ. ഈ ടൈലർ ഈ പണിക്കാരൻ തുല്യനല്ല ബിൻത താജിരിൻ കച്ചവടക്കാരൻ്റെ മകളോട്. അപ്പോൾ തുന്നൽ പണി മോശമെന്ന് അർത്ഥമുണ്ടോ? ഇല്ല. ഇവിടെ അർത്ഥം കച്ചവടത്തിലേക്ക് ചേർത്തി നോക്കിയിട്ട് ഇത് താഴെയാണ്. അതാണ് ഇപ്പോൾ ഈ ദനിയത്ത് എന്നാണ് താഴ്ന്ന ജോലി, താഴെയുള്ള ജോലിയിലല്ലാത്ത പെണ്ണ് താഴെയുള്ള ജോലിയിലുള്ളവന് അനുയോജ്യമല്ല എന്നാണ് പറയുന്നത്. ഈ താജിർ പറഞ്ഞാൽ എന്താ? മൻ യജ്ലിബുൽ ബലായി ചരക്കുകളൊക്കെ കൊണ്ടുവരുന്നയാൾ, ചരക്കൊക്കെ കൊണ്ടുവരിക വിൽക്കുക. ബലായി എന്ന് പറഞ്ഞാൽ ബിലായത്തിൻ്റെ എമ്മാണ്, അംത്യാത്ത് എന്നർത്ഥം. അംത്യാത്ത് മിൻ ഗൈരി തഖീദിൻ ബി ജിൻസിൻ ഒരു പ്രത്യേക വിഭാഗം എന്നൊന്നും നിബന്ധനയില്ലാതെ എല്ലാ ഐറ്റം സാധനങ്ങൾ കൊടുത്ത് വിൽക്കുന്ന ആൾ എന്നാണ്. ബലായികൾ കൊണ്ടുവരുന്ന ആൾ അരി, മത്സ്യം, ഇറച്ചി അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ. മിൻ ഗൈരി തഖീദിൻ ബി ജിൻസിൻ ഒരു പ്രത്യേക വിഭാഗം, ജിൻസ്, ഇനം എന്ന ഉപാധിയില്ലാതെ. അപ്പോൾ ഈ ഹയ്യാത്ത് കച്ചവടക്കാരൻ്റെ മകൾക്ക് കുഫ് അല്ല. ഞാൻ എടുക്കുക അത്തഫ് കേട്ടോ, താജിരിൻ എന്നെടുക്കുക അത്തഫ്. ഔ ബസാസിൻ അല്ലെങ്കിൽ വസ്ത്ര കച്ചവടക്കാരനും തുല്യനല്ല. താജിർ എന്ന് പറഞ്ഞാൽ ചരക്കുകൾ കൊണ്ടുവരുന്ന ആൾ, ബസാസ് എന്ന് പറഞ്ഞാൽ വസ്ത്ര വിൽപ്പനക്കാരൻ, ബസ് എന്ന് പറഞ്ഞാൽ വസ്ത്രം. അപ്പോൾ ഹയ്യാത്ത് താജിറിൻ്റെയോ ബസ് വിൽപ്പനക്കാരൻ്റെയോ മകൾക്ക് കുഫല്ല. ഇനി അതിൻ്റെ മേലുള്ള ആൾക്കാരുണ്ട്, ആലിമും ഖാലിയൊക്കെ. വലാഹുമ ഈ പറഞ്ഞ രണ്ട് പേരും കുഫ് അല്ല. കച്ചവടക്കാരനും വസ്ത്ര വിൽപ്പനക്കാരനും ഇവർ രണ്ടുപേരും കുഫ് ആകുന്നതല്ല ബിൻത ആലിമിൻ ആലിമിൻ്റെ മകൾക്കോ ഖാലിൻ അദിലിൻ നീതിമാനായ ഖാലിൻ്റെ മകൾക്കോ. കാരണം ഏറ്റവും ഉയർന്ന പദവിയുള്ള ആൾ ആലിമും ഖാലിയാണ്. ഓക്കെ, അവങ്ങളൊക്കെ ഇൽമു പഠിക്കുന്ന ആൾക്കാരല്ലേ, ഉന്നത പദവി ഏറ്റെടുക്കുന്ന ആൾക്കാരങ്ങളൊക്കെ ഇൽമു പഠിക്കേണ്ട അവസരങ്ങളൊക്കെ ഉണ്ടാകും, പഠിപ്പിക്കുന്ന അവസരമൊക്കെ ഉണ്ടാകും, ഉപയോഗപ്പെടുത്തുക. ഖാദിയാകാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെയാകാം, നീതിമാനായ ഖാദിയാകണം. അതിനപ്പോൾ പണി രണ്ട് ഖാദിയുണ്ട്, ഖാദിം ബിൽ ജന്ന ഖാദിം ബിന്നാർ എന്ന ഹദീസുണ്ട്. ഒരു ഖാദി സ്വർഗത്തിലും ഖാദി നരകത്തിലും. ഖലാവ് വലിയ പണിയാണ്, മസ്ലഹത്തും കാര്യങ്ങളൊക്കെ നടത്തുക വളരെ വലിയ ഇബാദത്താണ്. അപ്പോൾ തിരിഞ്ഞല്ലോ ഇതിൻ്റെ ഒരു ഗ്രാഫ് തിരിഞ്ഞല്ലോ, ഇതിൻ്റെ ഒരു സ്റ്റെപ്പ് കുറച്ചിങ്ങനെ പറഞ്ഞതാണ്. ഏറ്റവും അടിയിൽ നിന്ന് ഇങ്ങനെ മേലോട്ട് എണ്ണിപ്പോയാൽ ഹജ്ജാമും കന്നാസും റായും ഒക്കെ സ്റ്റെപ്പ് 1. രണ്ടാമത്തെ സ്റ്റെപ്പ് ഹയ്യാത്ത് തുന്നൽക്കാരൻ, അതിൻ്റെ മേലെ വസ്ത്ര കച്ചവടക്കാരൻ, ചരക്ക് കച്ചവടക്കാരൻ, അതിൻ്റെ മേലെ ആലിമ്, ഖാദി. ഇനിയും ഉണ്ടാവും, ഇതിൻ്റെ ഇടയിൽ കുറേ ഉണ്ടാവും. നമുക്ക് വിശദമായിട്ട് പഠിക്കേണ്ടതാണ്. നമ്മൾ കുറച്ച് കാര്യങ്ങളങ്ങ് പറഞ്ഞു എന്ന് മാത്രം. റുയാനിമ പറഞ്ഞു സബബുൽ അദ്രായിമാം അത് ശരിവെക്കുകയും ചെയ്തിട്ടുണ്ട്. ലാ യുകാഫി ആലിമത്തൻ ജാഹിലുൻ ആലിമത്തിന് ആലിമ കുഫു അല്ല. അപ്പോൾ ഒരു മൂലിയാരിച്ച് പെണ്ണിന് നമ്മളെ സ്ഥാപനത്തിലൊക്കെ പഠിച്ച് 4-5 കൊല്ലമൊക്കെ പഠിച്ച് നല്ല മൂലിയാരിച്ച ആയിട്ടുണ്ട്. അങ്ങനത്തെ പെണ്ണിന് എന്താക്കരുത്, നമ്മളെ ശരി അക്കാഡമിയിലൊക്കെ പഠിച്ചിട്ട് പണ്ഡിതയായിട്ടുണ്ട്. അങ്ങനത്തെ ഒരു പണ്ഡിതനെ ആരോട് കെട്ടിച്ചു കൊടുക്കരുത്, ജാഹിലിന് കെട്ടിച്ചു കൊടുക്കാൻ പാടില്ല. അയാൾ മൂലിയാരാകണം. പക്ഷേ റൗളയിൽ അത് എതിരായിട്ടാണ് പറയുന്നത്. റൗള പറയുന്നത് മൂലിയാരോടാണ്, അല്ലാതെ സാധാരണക്കാരനോട് കെട്ടിക്കാം. സാധാരണക്കാരൊക്കെ എത്ര മുന്തിയ ആൾക്കാരുണ്ട് മൂലിയന്മാരെ മേലെ. ഇനി പൈസയും ഇല്ലായ്മ പരിഗണിക്കുമോ? അന്നൽ യസാറല യൂത്തബർ ബിൽ കഫ ഈ സാമ്പത്തിക കഴിവ് യസാർ ലാ യൂത്തബർ ബിൽ കഫാത്തി കഫാത്തിൽ പരിഗണിക്കപ്പെടുന്നില്ല. ഷാഫിഈ മദ്ഹബിൽ, ഹനഫി മദ്ഹബിൽ പരിഗണിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പൈസ കൊണ്ടല്ലേ ഒരാൾക്ക് ഇസ്സത്ത് ഉണ്ടാകുക, സ്ഥാനം മാനമൊക്കെ സാധാരണയിലുണ്ടാകുക, പഠിച്ചവൻ്റെ അടുത്തൊന്നും അല്ലെങ്കിലും എന്നാണ് ഹനഫി മദ്ഹബ് പറയുന്നത്. അപ്പോൾ മുതലാളിയായ പെണ്ണിനെ ആരോട് കെട്ടിച്ചു കൊടുക്കാൻ പറ്റില്ല, ദരിദ്രനായ പുരുഷനോട് കെട്ടിക്കാൻ പറ്റില്ല. സംഭവം അങ്ങനെയൊക്കെ തന്നെയാണ്. ഈ പ്രേമവിവാഹത്തിലൊക്കെ പെട്ട് ഈ പെൺകുട്ടികളൊക്കെ ഉണ്ടാവും, വാപ്പാർക്ക് നല്ല കഴിവും വീട്ടിലൊക്കെ നല്ല അന്തസ്സുള്ള ജീവിതമൊക്കെ ആയിരിക്കും നയിക്കുക. പിന്നെ ഏതെങ്കിലുമൊക്കെ പച്ച സാധുക്കളൊക്കെ കിട്ടും, പിന്നെ അവിടെ പട്ടിണിയും പരിഭവവും, പിന്നെ അതിൻ്റെ പരാതിയായിട്ട് അങ്ങോട്ട് യോജിച്ച് ഇങ്ങോട്ട് പോകില്ല. അല്ലെങ്കിൽ പിന്നെ അത്രയും തഖ്വയും ഇഖ്ലാസും ഒക്കെ വേണം. അത് ഈ പെണ്ണിനൊക്കെ ഇപ്പോൾ എല്ലാ നേരത്തും ഉണ്ടാകുമോ?
സൗകര്യങ്ങളൊക്കെ ഇപ്പോൾ എല്ലാവർക്കും വേണ്ടി വരൂലേ. അപ്പോൾ വീടില്ല. അങ്ങനെ എത്രയോ കേസുകളുണ്ട്. ഇവിടെ വാപ്പാൻ്റെ വീട്ടിൽ, ഓളെ വീട്ടിൽ വളരെ സുഖം, ഭർത്താവിൻ്റെ വീട്ടിൽ ദാരിദ്ര്യവും ഇല്ലായ്മയും, സൗകര്യം, ഓർക്ക് വണ്ടിയില്ല, കാറുമില്ല, ഓലെ വീട് വേണ്ട പോലെ പെയിൻ്റ് അടിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ പെണ്ണിനിങ്ങനെ തോന്നും, ഞാനിപ്പോൾ എൻ്റെ വാപ്പ ഇവിടേക്ക് കെട്ടിച്ചുകൊണ്ടാണല്ലോ. അതേസമയത്ത് പിന്നീട് ദാരിദ്ര്യം വരുന്നുണ്ടാവും, അതൊക്കെ പൊരുത്തപ്പെടാൻ തയ്യാറാവുകയും ചെയ്യും. അതുകൊണ്ടാണ് വാപ്പാർ പെൺകുട്ടികളെ കെട്ടിക്കുമ്പോൾ മറ്റേ സാധുക്കളോട് കെട്ടിക്കാത്ത, പ്രത്യേകിച്ച് ഈ കാലത്തൊക്കെ അങ്ങനെയാണല്ലോ. അസഹ് ഇതാണ് നമ്മളെ മതബിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ട് എന്നർത്ഥം. അപ്പോൾ ഓരോരുത്തർ ആലോചിച്ചോളി. ലിയന്നൽ മാല ദില്ലും സായിലും, അതിന് കാരണം പറയുന്നത് സ്വത്ത് എന്ന് പറയുന്നത് നീങ്ങുന്ന നിയലാണ്. നിയലിങ്ങനെ ഒരു സ്ഥലത്ത് നിൽക്കൂലല്ലോ, നീങ്ങിക്കൊണ്ടിരിക്കും. സ്വത്തും അങ്ങനെ പോകും, നീങ്ങും. വലാ യഫ്തഖിറു ബിഹി, അതൊരു അഭിമാനമായി കാണുകയില്ല. അഹ്ലുൽ മുർവാത്തി, വ്യക്തിത്വമുള്ളവരും വൽ ബസായിർ, കാഴ്ചപ്പാടുള്ള ആളുകളും എന്താവില്ല, അതൊരു അഭിമാനമായിട്ട് കാണില്ല. അത് നമ്മൾ കാണണ്ട, എപ്പോഴും കാണുന്നില്ലല്ലോ. പൈസ ഉണ്ടായതുകൊണ്ട് ആരും അഭിമാനിക്കൊന്നും വേണ്ട. അതൊക്കെ എപ്പോഴും നിഴൽ മാതിരി പോകും. അസ്തമിക്കും, ഉദിക്കുമ്പോൾ ഉണ്ടാവുക, അസ്തമിക്കുമ്പോൾ പോകും. സൂര്യൻ സഞ്ചരിക്കുന്നതിനനുസരിച്ച് ഇങ്ങനെ വലത്തോട്ടും ഇടത്തോട്ടും ചാഞ്ചാടിക്കൊണ്ടിരിക്കും. അപ്പം അഭിമാനിക്കൊന്നും വേണ്ട. പൈസ ഉണ്ട് എന്നുള്ള ആ ഹുങ്കും ആ ഡമ്പും എന്തൊക്കെയാണ് പറയാം, അതൊന്നും വേണ്ട. അതൊക്കെ അല്ലാഹ് ഒക്കെ അന്ന് വന്ന് നാളെ പോകാമെന്നുള്ള ചിന്തയിൽ തന്നെ എല്ലാവരും നിന്നാൽ മതി. പിന്നെ ഇതൊക്കെയാണ് കാര്യങ്ങൾ. ഓക്കെ. വസല്ലല്ലാഹു വസല്ലം അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.